ഒരു നാടിന്റെ ഒരു രാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അത്താണിയായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായ ദിവസമാണ് ഇന്നലെ. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം ഇനി VBG റാംജി ബിൽ എന്ന് പറയുന്ന പുതിയ സംവിധാനം വന്നിരിക്കുകയാണ്, പുതിയ നിയമം വന്നിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി അത് ഇന്ത്യയിലെ 26.5 കോടിയോളം വരുന്ന സാധാരണക്കാരായ മനുഷ്യന്റെ അത്താണിയായിരുന്നു. ആ 26.5 കോടിയിൽ 12.25 കോടിയോളം മനുഷ്യർ അതിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ട് മാത്രമാണ് ജീവിച്ചിരുന്നത്. അവർ എപ്പോ ആവശ്യപ്പെട്ടാലും അവർക്ക് അപ്പോൾ തൊഴിൽ കിട്ടുമായിരുന്നു. അങ്ങനെയായിരുന്നു ആ പദ്ധതി രൂപീകരിച്ചത്. 2004-ൽ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ നിർദ്ദേശാനുസരണമാണ് അത്തരത്തിലൊരു പദ്ധതി യാഥാർത്ഥ്യമായത്. പക്ഷേ 21 വർഷം കഴിയുമ്പോൾ 2025 അവസാനിക്കുമ്പോൾ ഇതാ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായിരിക്കുന്നു. ഈ നാട്ടിൽ സാധാരണക്കാരന്റെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കേന്ദ്ര സർക്കാരാണ് അതിന് കാരണക്കാരായിരിക്കുന്നത്. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ പ്രതിഷേധങ്ങളെയും മറികടന്നാണ് ആ ബില്ല് പാസാക്കിയത്. ഇനി രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി VBG റാംജി ബിൽ നിയമമാകും. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാകും. പകരം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ പോകും. സംസ്ഥാന സർക്കാരിന് അധിക ഭാരം വരും. ഇനി തൊഴിൽ അവകാശമല്ല, പകരം കേന്ദ്ര സർക്കാർ പറയുന്നതിനനുസരിച്ച് തൊഴിൽ കൊടുക്കാനേ സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. സാധാരണക്കാരന്റെ കഞ്ഞിയിൽ അവസാന പിടി മണ്ണും വാരിയിട്ടിരിക്കുന്നു കേന്ദ്രം. നമ്മുടെ സംസ്ഥാനത്തിന് ഈ ബില്ല് കൊണ്ടുണ്ടാകാൻ പോകുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമായിരുന്നു. നമ്മുടെ കേരളമാണ് ഏറ്റവും മാതൃകാപരമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത്. 100 ദിനം എന്നത് നമ്മൾ എല്ലാ തവണയും ഉറപ്പാക്കിയിരുന്നു. പലപ്പോഴും അതിനു മുകളിലും തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇനി അതിന് സാധിക്കില്ല. ഇനി 100 ദിവസത്തിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നമ്മൾ ഉറപ്പാക്കിയാൽ അതിനുള്ള അധിക വരുമാനം നമ്മൾ കണ്ടെത്തേണ്ടി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ പറയുന്ന മേഖലകളിൽ മാത്രമാണ് ഇനി തൊഴിൽ അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഏറ്റവും ഗൗരവതരമായ മറ്റൊരു വശം കൂടിയുണ്ട്. 60:40 എന്ന നിലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക അനുപാതം വരുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്കുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല, സാമ്പത്തിക ബാധ്യത ചെറുതായിരിക്കില്ല. നമ്മുടെ കേരളത്തിന് മാത്രം ഒരു വർഷം ഏകദേശം 2000 കോടിയോളം രൂപ അധികമായി കണ്ടെത്തേണ്ടി വരും. പല ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു നടപടിയാണ് ഇതെന്നതിൽ ഒരു തർക്കവുമില്ല. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നോക്കാം ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നതെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായിരിക്കുന്നു ഷീജ. പകരം ഇനി VBG റാംജി എന്ന് പറയുന്ന പുതിയ കേന്ദ്ര നിയമം വന്നിരിക്കുകയാണ്. തൊഴിൽ ഇനി മുതൽ അവകാശമല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമാകുന്നു. കേന്ദ്ര സർക്കാർ അതിന്റെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെയാണ് കേരളത്തെ ബാധിക്കുക? ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പദ്ധതിയെ പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ അവസാനിപ്പിക്കുകയില്ല. അതിനു വേണ്ടിയിട്ടുള്ള നീക്കം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതിൽ ആദ്യം തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു നടപടി അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തൊട്ടു പിന്നാലെ കൂലിയിൽ കുടിശ്ശിക വരുത്തുന്നു. അപ്പോഴുണ്ടായിരുന്നത് 90:10 എന്നുള്ള അനുപാതമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ പുതിയ നിയമം വരുമ്പോൾ അത് 60:40 എന്ന അനുപാതത്തിലേക്ക് മാറുന്നു. അത് തന്നെ അതിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനങ്ങൾക്ക് മുകളിലേക്ക് വലിയ തോതിലുള്ള ഭാരം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് മുകളിലായിരിക്കും സാമ്പത്തിക ബാധ്യത കൂടാൻ പോകുന്നത്. അത് വലിയ തിരിച്ചടിയാകും, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് എന്നുള്ളതിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു കുടിശ്ശിക കാലാകാലങ്ങളായി വലിയ തോതിൽ കുടിശ്ശിക കൂലിയുടെ കാര്യത്തിൽ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ട്. ആ കുടിശ്ശിക പോലും വീട്ടിയിട്ടില്ല കേന്ദ്ര സർക്കാർ. അപ്പോഴാണ് ഈ രീതിയിൽ ഇനിയിപ്പോൾ ആ നിയമത്തിൽ തന്നെ സമഗ്രമായ രീതിയിലുള്ള മാറ്റം വരുത്തി പുതിയ ബില്ല് കഴിഞ്ഞ ദിവസം പാസാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ 800 കോടിയോളം രൂപ നമുക്ക് കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. തീർച്ചയായും അത് തന്നെയാണ് സൂചിപ്പിച്ചത് മനു. ഏതായാലും അത്തരത്തിൽ വലിയ തോതിൽ ഈ കുടിശ്ശിക നിലനിൽക്കുന്നൊരു സാഹചര്യം, അതിൻ്റെ കാര്യത്തിൽ പോലും കേരളം നിരവധി തവണ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും അതിൽ ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും കേന്ദ്രം സ്വീകരിക്കാൻ ഇതുവരെയായി തയ്യാറായിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതിൽ ആകെ മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കേന്ദ്രത്തിന് നൽകേണ്ട തുകയുടെ കാര്യത്തിലും കേന്ദ്രത്തിന് വലിയ ആശ്വാസമാണുള്ളത്. പക്ഷേ അത് സംസ്ഥാനത്തിന് മുകളിലേക്ക് സാരമായി ബാധിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം
100 തൊഴിൽ ദിനങ്ങൾ പല ഘട്ടങ്ങളിലും 100-ന് മുകളിൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ രീതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വലിയ പരിഗണന നൽകുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന് മുകളിലേക്ക് ഏകദേശം 2000 കോടിയുടെ അധിക ബാധ്യതയാണ് കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കടമെടുപ്പ് പരിധി ഉൾപ്പെടെ വീണ്ടും വെട്ടിച്ചുരുക്കുന്ന ഒരു നടപടി അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് തുടരുമ്പോഴാണ് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസം അത് സംസ്ഥാനത്തിന് മുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി കൂടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് കൃത്യമായ രീതിയിൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കി അവർക്ക് തൊഴിൽ ദിനങ്ങളിൽ ലഭിക്കേണ്ട വേതനം അത് കൃത്യമായ രീതിയിൽ നൽകിക്കൊണ്ട് ഉള്ള നടപടി, അതിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കേന്ദ്രം നൽകിയില്ലെങ്കിൽ പോലും സംസ്ഥാനത്തിൻ്റെതായ രീതിയിൽ ആ തുക കണ്ടെത്തി നൽകുന്നൊരു രീതിയാണ് സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തിന് അത് വലിയ തിരിച്ചടിയാണ്. കൂടുതൽ തുക ഇനിയിപ്പോൾ ഈ അനുപാതത്തിൽ വരുന്ന മാറ്റം അത് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനൊപ്പം തന്നെയാണ് തൊഴിലാളികൾ ബാധ്യതയോടൊപ്പം തന്നെ ശ്രീജ പറയാൻ വന്നത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെയാണ് അധിക സാമ്പത്തിക ബാധ്യതയോട് ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇനിയിപ്പോൾ 60:40 എന്ന അനുപാതത്തിലേക്ക് വരുമ്പോൾ വലിയ തുക സംസ്ഥാനങ്ങൾ കണ്ടെത്തേണ്ടി വരും. കേന്ദ്രമാണെങ്കിൽ നൽകേണ്ട തുക സമയത്തിന് നൽകുകയുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തൊഴിലാളികളുടെ വേതനം മുടങ്ങിയാൽ അത് അവരിൽ ഉണ്ടാക്കാൻ പോകുന്ന രോഷം ചെറുതായിരിക്കില്ല. അവരെ സംബന്ധിച്ച് കേന്ദ്രമാണോ സംസ്ഥാനമാണോ എന്നൊന്നും അവർ നോക്കില്ല. അവർക്ക് ചെയ്ത ജോലിക്ക് കൂലി കിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും പ്രതിഷേധം ഉയരും. അത് സംസ്ഥാനങ്ങൾക്കെതിരെ ജനരോഷം ഉയരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെയുള്ള വലിയൊരു രാഷ്ട്രീയം കൂടി കേന്ദ്രം ഇതിന്റെ പുറകിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് ഷീജ. ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിഷയത്തിലടക്കം നമ്മളത് കണ്ടതല്ലേ. നമ്മുടെ സകലമാന സാമ്പത്തിക സോഴ്സുകളും വെട്ടിക്കുറച്ചപ്പോൾ 5 മാസം മുടങ്ങിയതിന്റെ പ്രശ്നം നമ്മൾ കണ്ടതല്ലേ. തീർച്ചയായും മനു, ആ രീതിയിൽ തന്നെയാണ്. കാരണം എങ്ങനെ സംസ്ഥാനത്തെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലാഴ്ത്താം എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നത്. പ്രത്യേകിച്ചും ഇത് കേരളത്തെ ബാധിക്കുന്നത് ഏറ്റവും ഗുരുതരമായ രീതിയിലാണ്. പക്ഷേ ഈ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത്രത്തോളം സാമ്പത്തിക പ്രയാസം വരുന്നില്ല. കാരണം കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു വിഷയത്തിലല്ല സാമ്പത്തികപരമായി കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നത്, പല വിഷയങ്ങളിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നൽകാനുള്ള ഗ്രാൻറ്റുകളുടെ കാര്യത്തിലാകട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സ്വീകരിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി, അതായത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നടപടി, അതിനൊപ്പം ആ രീതിയിൽ പ്രത്യേകിച്ചും പെൻഷൻ ഫണ്ടും അതോടൊപ്പം തന്നെ കിഫ്ബിയും എടുക്കുന്ന വായ്പ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ രീതിയിൽ വായ്പാ പരിധി പോലും വെട്ടിച്ചുരുക്കുന്നത്. അത് കടുത്ത അനീതിയാണ് ഒരു സംസ്ഥാനത്തോട് കാട്ടുന്നത് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ഭാഗത്ത് ഉള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൂടി വരുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക, സംസ്ഥാനത്ത് ഈ രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും സർക്കാരിനെതിരെ തിരിയും എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വരാനിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏത് വിധേനയും സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ പ്രതിഷേധങ്ങൾ ശക്തമായ രീതിയിൽ കേന്ദ്രത്തിന് മുന്നിൽ എത്തിക്കുമ്പോൾ പോലും ആ പ്രതിഷേധങ്ങളെ ഒന്നും തന്നെ ചെവിക്കൊള്ളാത്തൊരു നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ സംസ്ഥാനം കൃത്യമായ രീതിയിൽ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഈ മാസം 22-ന് CPIM-ന്റെ നേതൃത്വത്തിലും പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രസക്തമായ കാര്യമാണ്. ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായി ഇപ്പോഴും നടക്കുന്നുണ്ട്. കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ ഇതിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ആ തീരുമാനം പിൻവലിക്കണം, ആ ഭേദഗതികൾ മാറ്റേണ്ടതാണ് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. മനു, ശരി ഷീജ, താങ്ക് യു. ഷീജയാണ് വിവരങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് നൽകിയത്. നോക്കൂ, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായിരിക്കുന്നു. പകരം VBG റാംജിയാണ് ഇനി രാജ്യത്തെ നിയമമെന്ന് പറയുന്നത്. അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും കേട്ടോ, തൊഴിൽ എങ്ങനെ നൽകണം, ഏതൊക്കെ നൽകണമെന്ന്. ഏറ്റവും തിരക്കേറിയ കാർഷിക സീസണിൽ തൊഴിൽ നൽകേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. 125 ദിവസമായി തൊഴിൽ ദിനങ്ങൾ ഉയർത്തും എന്ന വാഗ്ദാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് നടപ്പാക്കുമെന്നതിൽ വലിയ സംശയങ്ങളുണ്ട്. കാരണം
100 ദിനമായിരുന്നപ്പോൾ തന്നെ ദേശീയ ശരാശരി 50 മാത്രമായിരുന്നു. കേരളം മാത്രമാണ് 100-ൽ മുകളിൽ ദിനങ്ങൾ അല്ലെങ്കിൽ 100 ദിനങ്ങൾ ഉറപ്പുവരുത്തിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഈ വാഗ്ദാനങ്ങൾ നമുക്ക് എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയും എന്നതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നു വരുന്നു എന്നതും നമ്മൾ കാണേണ്ടത് തന്നെയാണ്.